പ്രിയ വിദ്യാർത്ഥികളെ, +1 ബിസിനസ് സ്റ്റഡീസിൽ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. 8 മാർക്കിൻ്റെ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട്. അന്നേരം ഇൻഷുറൻസ് എന്താണ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻഷുറൻസ് may be defined as a contract in writing under which one party agrees in return for a consideration to indemnify the other party against the loss or damage suffered on account of an uncertain future event or contingency, or to pay a specified sum on the happening of a specified event. അതായത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റാണ്, ഒരു ഉടമ്പടിയാണ്, എഴുതിയ ഉടമ്പടിയാണ്. രണ്ട് പേരുണ്ട് അതിൻ്റെ അകത്ത്, ഇൻഷുററും ഇൻഷുവേർഡും. ഇൻഷുറർ എപ്പോഴും ഒരു ഇൻഷുറൻസ് കമ്പനി ആയിരിക്കും. ഇൻഷുവേർഡ് ആരാണ് ഇൻഷുറൻസ് എടുക്കുന്നത്, അതാണ് ഇൻഷുവേർഡ്. ഓക്കെ, അന്നേരം ഇൻഷുററിന് ഇൻഷുവേർഡ് ഒരു കോമ്പൻസേഷൻ കൊടുക്കണം, ഒരു കൺസിഡറേഷൻ കൊടുക്കണം. അതാണ് പ്രീമിയം എന്ന് പറയുന്നത്. ആ പ്രീമിയം കൊടുത്താൽ എന്തെങ്കിലും ഒരു അൺസർട്ടൺ, അതായത് നമുക്ക് സംഭവിക്കില്ല എന്ന് ഉറപ്പില്ലാത്തൊരു സംഭവം സംഭവിച്ചാൽ, ഇതിപ്പോൾ ഒരു തീപിടുത്തമാണ്, ഒരു ആക്സിഡൻറ്റ്, വാഹനത്തിൻ്റെ കേസിൽ ഒരു ആക്സിഡൻറ്റ്, അല്ലെ ഒരാളുടെ ഡെത്ത്, ഇവ എന്തെങ്കിലും സംഭവിച്ചാൽ, അൺസർട്ടൺ ഫ്യൂച്ചർ ഇവൻ്റ് സംഭവിച്ചാൽ അതിന് നഷ്ടം പരിഹരിച്ചു കൊടുത്തോളാം. ഇതിപ്പം ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസിൽ നഷ്ടം പരിഹാരം, അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞ കേസ് ബാധകമല്ല, ഒരു നിശ്ചിത തുക കൊടുത്തോളാം എന്നാണ് സമ്മതിക്കുന്നത്. അന്നേരം അങ്ങനെ ഒരു കോൺട്രാക്റ്റാണ്, ഒരു എഴുതിയ ഉടമ്പടിയാണ് ഇൻഷുറൻസ്. ആരൊക്കെ തമ്മിലാണ്? ഇൻഷുററും ഇൻഷുവേർഡും. അതിന് എന്താ പ്രതിഫലം കൊടുക്കുന്നത്? പ്രീമിയം. എന്തെങ്കിലും നഷ്ടം പരിഹരിച്ചു കൊടുക്കും, എന്തെങ്കിലും ഒരു അൺസർട്ടൺ ഫ്യൂച്ചർ ഇവന്റ് സംഭവിച്ചാൽ. The principles of insurance are the rules of action adopted by the stakeholders involved in the insurance business. എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്? പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് റൂൾസ് ഓഫ് ആക്ഷൻ അഡോപ്റ്റഡ് ബൈ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. റൂൾസ് ഓഫ് ആക്ഷൻ അഡോപ്റ്റഡ് ബൈ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇതിൻ്റെ അകത്തുള്ള രണ്ട് പാർട്ടുകളുണ്ടല്ലോ, ഇൻഷുററും ഇൻഷുവേർഡും. അവർ പാലിക്കേണ്ട ചില അടിസ്ഥാന തത്വങ്ങളാണ് ഇൻഷുറൻസ് കോൺട്രാക്റ്റിൽ ഇൻഷുററും ഇൻഷുവേർഡും പാലിക്കേണ്ട ചില അടിസ്ഥാന തത്വങ്ങളാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. അത് 7 ഉണ്ട്, നമുക്ക് നോക്കാം. ആദ്യത്തെ പ്രിൻസിപ്പിൾ ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ വിശ്വസ്തത പുലർത്തണം. ഇൻഷുറൻസ് ഇസ് എ കോൺട്രാക്ട് ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. Both the parties to the contract should be absolutely honest to each other in regard to the contract. ഈ ഉടമ്പടിയുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസ്തരായിരിക്കണം. As per this principle, the insured is liable to disclose all material facts known to him. ഒരു ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തി, അതാണ് ഇൻഷുവേർഡ് എന്ന് പറയുന്നത്. ഇൻഷുവേർഡ് ഇതിപ്പോൾ ഒരു രോഗത്തിൻ്റെ കേസോ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഇന്ന് വരെയുള്ള അദ്ദേഹത്തിൻ്റെ അറിവിൽ ഉള്ള രോഗങ്ങളെപ്പറ്റിയും ഇതിന് മുമ്പ് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയെല്ലാം വിശദമായിട്ട് വെളിപ്പെടുത്തണം, രോഗാവസ്ഥയെപ്പറ്റിയുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ ഫയർ ഇൻഷുറൻസിൻ്റെ കേസിലാണ് നമ്മളുടെ തൊട്ടടുത്ത് എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ, ഈ ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെറ്റീരിയൽ ഫാക്ട്സ് എല്ലാം വെളിപ്പെടുത്തണം. Similarly, the insurer is also liable to disclose honestly the scope of insurance which he is prepared to grant. അതേപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനിയും ഇവർ ഓഫർ ചെയ്യുന്ന ഇൻഷുറൻസ് പോളിസിയുടെ ഡീറ്റെയിൽസ്, സ്കോപ്പ്, എന്തൊക്കെ അസുഖങ്ങൾക്കൊക്കെ ഉണ്ട്. ഇപ്പം ചില ഇൻഷുറൻസ് എടുത്തു കഴിയുമ്പോൾ പറയുകയാണ് ഷുഗർ പേഷ്യൻ്റ് ഇൻഷുറൻസ് ഇല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടില്ല, അങ്ങനെ പറയാൻ അത് ഉണ്ടെങ്കിൽ ആദ്യമേ തന്നെ പറഞ്ഞ് വെളിപ്പെടുത്തുക, അതിനുശേഷം മാത്രം പോളിസി ഓഫർ ചെയ്യുക. അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസ്തരായിരിക്കണം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഫ് ദർ ഈസ് നോൺ ഡിസ്ക്ലോഷർ ഓർ മിസ് റെപ്രസെൻറ്റേഷൻ ഓഫ് എനി മെറ്റീരിയൽ ഫാക്ട്, ദ എഗ്രിമെൻറ്റ് വിൽ ബി ഇൻവാലിഡ്. ഇങ്ങനെ ഇത് ചില കാര്യങ്ങൾ ഒളിച്ചു വെച്ചുകൊണ്ട് ഇൻഷുറൻസ് എടുത്തതിന് ശേഷം പിന്നീട് കോമ്പൻസേഷൻ്റെ സമയം വരുമ്പോൾ ഇതേതെങ്കിലും പരസ്പരം വെളിപ്പെടുത്താത്ത പല കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്ന് തെളിഞ്ഞാൽ ആ ഇൻഷുറൻസ് കോൺട്രാക്റ്റ് ഇൻവാലിഡ് ആയി പോകും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിൻസിപ്പിൾ ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് രണ്ട് കൂട്ടരും പാലിക്കേണ്ട ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് ആണ്. നമ്പർ 2, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെംനിറ്റി. ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞാൽ നഷ്ടം പരിഹരിക്കുക.
ഇൻഷുറൻസ് ഒരിക്കലും ഒരു ലാഭത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. ഏതെങ്കിലും ഒരു അൺസർട്ടൺ ഇവൻ്റ്, ഒരു മിസ്ഹാപ്പനിങ് എന്തെങ്കിലും സംഭവിച്ചാൽ, നമുക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ ആ പഴയ അവസ്ഥയിൽ എത്തിച്ചു കൊടുക്കുള്ളൂ. ഒരിക്കലും ലാഭം നേടാൻ സമ്മതിക്കില്ല ഇൻഷുറൻസ്. ആസ് പെർ ഇൻഡെംനിറ്റി പ്രിൻസിപ്പിൾ, ഇൻ കേസ് ഓഫ് എനി ലോസ്, എന്തെങ്കിലും ഒരു നഷ്ടം ഉണ്ടായാൽ ദ ഇൻഷുർ ഷാൽ ബി കോമ്പൻസേറ്റഡ്. ഇൻഷുറൻസ് എടുത്ത വ്യക്തിക്ക് നഷ്ടം പരിഹരിച്ചു കൊടുക്കും. ബട്ട് ദി എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ ഷാൽ നെവർ ബി മോർ ദാൻ ദി ആക്ച്വൽ ലോസ്. പക്ഷേ ഒരിക്കലും ആ നഷ്ടപരിഹാരം ആക്ച്വൽ ലോസിലും കൂടുതലാകാൻ പാടില്ല. ഇറ്റ് ഡിനോട്ട്സ് ദാറ്റ് ദി ഇൻഷുർഡ് ഈസ് നോട്ട് അലൗഡ് ടു മേക്ക് എനി പ്രോഫിറ്റ് ഔട്ട് ഓഫ് ഹിസ് ലോസ്. ഒരു നഷ്ടമുണ്ടാകുന്ന അവസ്ഥയിൽ ഒരിക്കലും ലാഭം നേടാനുള്ള ഒരു അവസരമായിട്ട് അതിനെ മാറ്റാൻ പറ്റില്ല. നഷ്ടമുണ്ടായാൽ നഷ്ടം പരിഹരിച്ചു കൊടുക്കും. ഒരിക്കലും ഇതിപ്പം നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരു ബൈക്കിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, 40,000 രൂപയുടെ ലോസ് വന്നു. പക്ഷേ അതിൽ കൂടുതൽ 45,000 രൂപയുടെ കോമ്പൻസേഷൻ അനുവദിക്കാൻ പറ്റില്ല. 40,000 രൂപ നഷ്ടം ഉണ്ടായാൽ പരമാവധി 40,000 രൂപയോ അതിൽ കുറവേ കിട്ടുകയുള്ളൂ. ഇൻഷുറൻസ് എടുത്തേക്കുന്ന പരമാവധി തുകയോ അല്ലെ ആക്ച്വൽ ലോസോ ഏതാണോ കുറവ് അത് കിട്ടും. അതാണ് കിട്ടുക. ഓക്കെ. ഇറ്റ് ഡിനോട്ട്സ് ദാറ്റ് ദ ഇൻഷുർഡ് ഈസ് നോട്ട് അലൗഡ് ടു മേക്ക് എനി പ്രോഫിറ്റ് ഔട്ട് ഓഫ് ഹിസ് ലോസ്. ഓൾ ദി ഇൻഷുറൻസ് കോൺട്രാക്ട് ഓഫ് ഫയർ ഓർ മറൈൻ ഇൻഷുറൻസ് ആർ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓൾ ഇൻഷുറൻസ് കോൺട്രാക്ട് ഓഫ് ഫയർ ഓർ മറൈൻ ഇൻഷുറൻസ് ആർ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി. അതായത് ഫയർ ഇൻഷുറൻസ് കോൺട്രാക്റ്റും മറൈൻ ഇൻഷുറൻസ് കോൺട്രാക്റ്റ് എല്ലാം കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിക്ക് എക്സാമ്പിളാണ്. ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെംനിറ്റി ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ലൈഫ് ഇൻഷുറൻസ്. ലൈഫ് ഇൻഷുറൻസിന് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ബാധകമല്ല. അതെന്താ പോലും ബാധകമല്ലാത്തത്? അതായത് ഒരു വ്യക്തിയുടെ ഡെത്ത്, ഒരാൾ മരിച്ചാൽ അത് എത്ര രൂപയുടെ നഷ്ടം ഉണ്ടായെന്ന് അങ്ങനെ തിട്ടപ്പെടുത്താൻ പറ്റുമോ? ഹ്യൂമൻ ലൈഫിന് നമുക്ക് വിലയിടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ലൈഫ് ഇൻഷുറൻസ് മാത്രം ഇപ്പോൾ ഒരാൾക്ക് 50 ലക്ഷം രൂപയുടെയോ 5 ലക്ഷം രൂപയുടെയോ 10 ലക്ഷം രൂപയുടെയോ ഒക്കെ ഇൻഷുറൻസ് പോളിസി എടുക്കാം. പക്ഷേ ഒരാളുടെ നഷ്ടം, ഇതിപ്പം ഒരാൾ മരിച്ചാൽ അത് എത്ര രൂപയുടെ നഷ്ടം ഉണ്ടായെന്ന് നമുക്ക് വിലയിടാൻ പറ്റില്ല ഹ്യൂമൻ ലൈഫിന്. അതുകൊണ്ടാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെംനിറ്റി ലൈഫ് ഇൻഷുറൻസിന് ബാധകമല്ല എന്ന് പറയുന്നത്. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. ഒരു വ്യക്തിയിൽ ഒരു ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം, ഒരു വ്യക്തി അല്ലെ ഒരു വസ്തുവിൽ. ഇപ്പോൾ ഒരാൾക്ക് നമ്മുടെ സ്വന്തം കാർ ഇൻഷുർ ചെയ്യാം, മറ്റൊരാളുടെ കാർ ഇൻഷുർ ചെയ്യാൻ പറ്റില്ല. കാരണം ആ വേറൊരാളുടെ കാറിന് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ ഫിനാൻഷ്യൽ ലോസ് നമുക്ക് വരുന്നില്ല. നമ്മുടെ കാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഫിനാൻഷ്യൽ ലോസ് വരും. ഇപ്പം ഒരാൾക്ക് സ്വന്തം മകനെയോ മകളെയോ ഇൻഷുർ ചെയ്യാം, അല്ലെങ്കിൽ ഹസ്ബൻഡിന് വൈഫിനെ ഇൻഷുർ ചെയ്യാം, വൈഫിന് ഹസ്ബൻഡിനെ ഇൻഷുർ ചെയ്യാം, മക്കളെ ഇൻഷുർ ചെയ്യാം. അല്ലാതെ ഈ വീട്ടിൽപ്പെടാത്ത മറ്റൊരാളെ ഇൻഷുർ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അദ്ദേഹം നമ്മുടെ ഡെറ്റർ ആയിരിക്കണം. നമുക്ക് പൈസ തരാനുള്ള വ്യക്തിയാണെങ്കിൽ ഇൻഷുർ ചെയ്യാം ആ തരാനുള്ള തുകയ്ക്ക്. അതാണ് ഈ ഇൻഷുറബിൾ ഇൻട്രസ്റ്റിനെ പറ്റി പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ദ ഇൻഷുർഡ് പേഴ്സൺ മസ്റ്റ് ഹാവ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഇൻ ദി ലൈഫ് ഓർ പ്രോപ്പർട്ടി ഇൻഷുർഡ്. ഒരു ഇൻഷുർ ചെയ്യുന്ന വ്യക്തിക്ക് അയാൾ ഇൻഷുർ ചെയ്യുന്ന വസ്തുവിലോ വ്യക്തിയിലോ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. അതർവൈസ് ഹി കനോട്ട് ക്ലെയിം അറ്റ് ദ ടൈം ഓഫ് ലോസ്. അല്ലാതെ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു വസ്തുവോ വ്യക്തിയോ ഇൻഷുർ ചെയ്താൽ ലാസ്റ്റ് ക്ലെയിം ചെയ്യുന്ന സമയത്ത് ഇൻഷുറൻസ് കമ്പനി ഇത് പരിശോധിക്കുമ്പോൾ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് തെളിഞ്ഞാൽ അദ്ദേഹത്തിന് ആ കോമ്പൻസേഷൻ കിട്ടില്ല. ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് മീൻസ് ദ ഇൻഷുർഡ് മസ്റ്റ് ഹാവ് സം ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ ദി ഒബ്ജക്റ്റ്, പ്രോപ്പർട്ടി ഓർ ലൈഫ് വിച്ച് ഹി ഈസ് ഇൻഷുറിങ്. ഒരാൾ ഇൻഷുർ ചെയ്യുന്ന ആ വസ്തുവിലോ വ്യക്തിയിലോ എന്തുണ്ടായിരിക്കണം? ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം, അതായത് സാമ്പത്തിക താല്പര്യം ഉണ്ടായിരിക്കണം. അതായത് ആ വസ്തു നഷ്ടപ്പെട്ടാൽ നമ്മൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകും, അല്ലെ ആ വ്യക്തി മരിച്ചു പോയാൽ നമുക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകും. അങ്ങനെ തെളിയിക്കണം. അങ്ങനെ ഒരു ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്ക് മാത്രമേ ആ സബ്ജക്റ്റ് മാറ്റർ ഇൻഷുർ ചെയ്യാൻ അവകാശമുള്ളൂ. No person can enter into a contract of insurance unless he has insurable interest in the subject matter of insurance. സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് ഏത് വസ്തുവാണോ, നമ്മുടെ കാറാണെങ്കിൽ അത് സബ്ജക്റ്റ് മാറ്റർ, നമ്മൾ വേറൊരാളെ ഇൻഷുർ ചെയ്യുകയാണെങ്കിൽ അത് സബ്ജക്റ്റ് മാറ്റർ. ആ സബ്ജക്റ്റ് മാറ്ററിൽ നമുക്ക് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ഇൻഷുർ ചെയ്യുള്ളൂ, അല്ലാത്തവർക്ക് ഇൻഷുർ ചെയ്യാൻ അവകാശമില്ല എന്ന് പറയുന്നത്. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് കോസ പ്രോക്സിമ. കോസ
പ്രോക്സിമ എന്ന് പറഞ്ഞാൽ നിയറസ്റ്റ് കോസ്, തൊട്ടടുത്ത കാരണം. ആ തൊട്ടടുത്ത കാരണം നമ്മൾ ഇൻഷുർ ചെയ്തതാണെങ്കിൽ മാത്രമേ നമുക്ക് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് കോമ്പൻസേഷൻ കിട്ടുകയുള്ളൂ. എക്സാമ്പിൾ പറയാം. പ്രോക്സിമേറ്റ് കോസ് ലിറ്ററലി മീൻസ് ദ നിയറസ്റ്റ് കോസ്. പ്രോക്സിമേറ്റ് കോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഏറ്റവും അടുത്ത കാരണം, ഓർ ഡയറക്റ്റ് കോസ്, നേരിട്ടുള്ള കാരണം. ദിസ് പ്രിൻസിപ്പിൾ ഈസ് ആപ്ലിക്കബിൾ വെൻ ദി ലോസ് ഈസ് ദ റിസൾട്ട് ഓഫ് 2 or more കോസസ്. ഈ പ്രിൻസിപ്പിളിനെ പറ്റി ചിന്തിക്കേണ്ടി വരുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഒരു നഷ്ടം ഉണ്ടാകാൻ ഒന്നിൽ കൂടുതൽ കാരണങ്ങൾ ഉണ്ടായി, അന്നേരം അതിൽ ഏറ്റവും അടുത്ത കാരണം ഇൻഷുറൻസ് എടുത്തിട്ടുള്ളതാണോ എന്നാണ്. അന്നേരം 2-3 കാരണങ്ങൾ ഒരുമിച്ച് വരികയാണ്. അന്നേരം അതിൽ യഥാർത്ഥ നഷ്ടകാരണം നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ, അതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ. ഇൻഷുറർ പേയ്സ് ദ ക്ലെയിം ഓൺലി ഇഫ് ദ നിയറസ്റ്റ് കോസ് ഈസ് ഇൻഷുർഡ്. ഇൻഷുറൻസ് കമ്പനി ഈ ഇൻഷുറൻസ് ക്ലെയിം നൽകണമെങ്കിൽ ആ നിയറസ്റ്റ് കോസ് ഇൻഷുർ ചെയ്യപ്പെട്ടിട്ടുള്ളതായിരിക്കണം. ഇപ്പം ഒരു രസകരമായൊരു എക്സാമ്പിൾ, ഒരു ഭാവന എന്ന് പറയുന്നതാണ്. ഒരു ബൈക്ക് ഇൻഷുർ ചെയ്തു. ഓക്കെ, ആ ഇൻഷുർ ചെയ്ത ബൈക്കുമായിട്ട് ഒരാൾ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ആൾ ബൈക്ക് സ്ലിപ്പ് ചെയ്ത് നമ്മൾ വീഴുന്നു, അല്ലെ ആ വ്യക്തി വീഴുന്നു, ഒരു ഓടയിലേക്ക് വീഴുന്നു. ഓടയിലേക്ക് വീണപ്പോൾ സത്യം പറഞ്ഞാൽ ഒന്നും പറ്റിയില്ല. പക്ഷേ വീണ് കഴിഞ്ഞത് ഒരു പാമ്പിൻ്റെ മുകളിലേക്കായിരുന്നു അയാൾ വീണെന്ന് കരുതുക. പാമ്പ് കടിച്ചു, അയാൾ മരിച്ചു. ഇവിടെ ഇപ്പോൾ എന്താ 1-2 കാരണങ്ങളുണ്ട്. ഒരു ബൈക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചു, ആൾ വീഴുന്നു, വീഴ്ചയിലൊന്നും സംഭവിച്ചില്ല, പക്ഷേ പാമ്പ് കടിയേറ്റ് മരിച്ചു. അത് പാമ്പിൻ്റെ മുകളിലേക്കാണ് നമ്മൾ വീണെന്ന് വെറുതെ അനുമാനിക്കുന്നു. ഓക്കെ, പാമ്പ് കടിയേറ്റ് മരിച്ചു. ഇവിടെ ഇപ്പോൾ നിയറസ്റ്റ് കോസ് ഏതാ? യഥാർത്ഥ മരണകാരണം ഏതാ? പാമ്പ് കടിച്ചതാ. പക്ഷേ പാമ്പ് കടിക്ക് നമ്മൾ ഇൻഷുറൻസ് എടുത്തായിരുന്നോ? ഇല്ല. എന്തിനാ? ബൈക്ക് ആക്സിഡൻറ്റിന് ഇൻഷുറൻസ് ഉള്ളൂ. പക്ഷേ ആക്സിഡൻറ്റ് പറ്റി അയാൾക്കൊന്നും സംഭവിച്ചില്ലായിരുന്നു. ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം പിന്നീട് സംഭവിച്ച ഒരു കാര്യമാണ്. അപ്പോൾ തന്നെ പക്ഷേ അതിൻ്റെ നിയറസ്റ്റ് കോസ് പാമ്പ് കടിയാണ്. ആ പാമ്പ് കടിക്ക് നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടില്ല. അന്നേരം ഇതുപോലെയുള്ള എന്തെങ്കിലും 1-2 കാരണങ്ങൾ ചുറ്റിപ്പറ്റി ഒരു ക്ലെയിം വരികയും അത് അന്നേരം ഇൻഷുറൻസ് കമ്പനി പരിശോധിക്കുമ്പോൾ ആ നിയറസ്റ്റ് കോസ് ഇൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇൻഷുറൻസ് കിട്ടുകയുള്ളൂ. ഈ പറഞ്ഞ എക്സാമ്പിളിൽ ഇൻഷുറൻസ് അയാൾക്ക് കിട്ടില്ല. കാരണം പാമ്പ് കടിക്കെതിരെ ഇൻഷുറൻസ് എടുത്തിട്ടില്ലായിരുന്നു എന്ന കാരണം കൊണ്ട്. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് കോസ പ്രോക്സിമ. അടുത്ത പ്രിൻസിപ്പിൾ ഓഫ് സബ്രഗേഷൻ. എന്താ പ്രിൻസിപ്പിൾ ഓഫ് സബ്രഗേഷൻ? ഇറ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെംനിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെംനിറ്റിയുടെ ഒരു തുടർച്ചയായിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് സബ്രഗേഷൻ. ആസ് പെർ ദിസ് പ്രിൻസിപ്പിൾ, after the insured is compensated for the loss due to damage to property insured, then the right of the ownership of such property passes on to the insurer. ഇപ്പം ഒരാളുടെ കാർ ഇൻഷുർ ചെയ്തു, ആക്സിഡൻറ്റ് ഇൻഷുർ ചെയ്തു, കാറിന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. അന്നേരം അതിൻ്റെ ഡോറ് കംപ്ലീറ്റ് ലോസായി. മീൻസ് അത് പിന്നെ റിപ്പയർ ചെയ്യാൻ പറ്റാതെ, അതിന് പകരം പുതിയ ഡോറ് നമുക്ക് റീപ്ലേസ് ചെയ്തതിന് ശേഷം വർക്ക്ഷോപ്പിൽ നിന്ന് പഴയ ഡോർ ഞങ്ങൾക്ക് തന്നേക്കാമെന്ന് ചോദിച്ചാൽ കിട്ടില്ല. കാരണം നമുക്ക് പഴയ ഡോറിന് പകരം, കേടായ ഡോറിന് പകരം പുതിയ ഡോറ് തന്നു. ഇനി ആ കേടായ ഡോറ് നമ്മൾ ആക്രിക്കാരന് കൊടുത്താൽ ചിലപ്പം 500 രൂപ കിട്ടുമെങ്കിൽ ആ 500 രൂപ കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ച് എക്സ്ട്രാ ലാഭമാവുകയാണ്. അത് ഇൻഷുറൻസ് കമ്പനി സമ്മതിക്കില്ല. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് സബ്രഗേഷൻ. ഇഫ് ദ ഡാമേജ്ഡ് പ്രോപ്പർട്ടി ഹാസ് എനി വാല്യൂ ലെഫ്റ്റ് ദാറ്റ് കനോട്ട് ബി ഗിവൺ ടു ദി ഇൻഷുർഡ്, ആ ഡാമേജ്ഡ് പ്രോപ്പർട്ടി ഇൻഷുർഡിന് തിരിച്ചു കൊടുക്കില്ല. കാരണം ഓൾറെഡി നമുക്ക് കോമ്പൻസേഷൻ തന്നു കഴിഞ്ഞു. വീണ്ടും ആ ഡാമേജ്ഡ് പ്രോപ്പർട്ടി നമുക്ക് അവകാശമില്ല. അതിൻ്റെ അവകാശം ഇൻഷുറൻസ് കമ്പനിക്ക് പാസ് ചെയ്യണം. അതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് സബ്രഗേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ബിക്കോസ് ദ ഇൻഷുർഡ് ഷുഡ് നോട്ട് ബി അലൗഡ് ടു മേക്ക് എനി പ്രോഫിറ്റ് ബൈ സെല്ലിംഗ് ദ ഡാമേജ്ഡ് പ്രോപ്പർട്ടി. ഡാമേജ്ഡ് പ്രോപ്പർട്ടി വിറ്റ് നമുക്ക് ലാഭം നേടാൻ ഇൻഷുറൻസ് കമ്പനി നമ്മളെ അനുവദിക്കില്ല. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് സബ്രഗേഷൻ. അടുത്ത പ്രിൻസിപ്പിൾ ഓഫ് മിറ്റിഗേഷൻ ഓഫ് ലോസ്. നഷ്ടം ലഘൂകരിക്കണം. പരമാവധി ഒരു ആക്സിഡൻറ്റ് എന്തെങ്കിലും ഉണ്ടായാൽ അതിന് നഷ്ടം ലഘൂകരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇൻഷുർഡ് ക്യാൻ ക്ലെയിം ഫോർ ലോസ് ഓർ ഡാമേജ് ഓൺലി ഇഫ് ദ ലോസ് അറൈസസ് ഡ്യൂ ടു റീസൺസ് ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ദി ഇൻഷുർഡ്. ഇൻഷുർഡിൻ്റെ കൺട്രോളിന് പുറത്താണ്. മീൻസ് നമ്മളെ കൊണ്ട്
ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാരണം കൊണ്ടാണ് ആക്സിഡന്റ് ഉണ്ടായത്, മീൻസ് എന്തെങ്കിലും സംഭവിച്ചത്. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ദ ഇൻഷുർഡ് ഈസ് എക്സ്പെക്റ്റഡ് ടു ടേക്ക് റീസണബിൾ കെയർ to protect the insured property from loss or damage and has taken effective measures to minimize the loss. ഇപ്പോൾ ആരുടെയെങ്കിലും വീട് ഇൻഷുർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ ഇൻഷുർ ചെയ്തിട്ടുണ്ട്, ഒരു തീപിടുത്തത്തിന് ഒരു ലക്ഷണം കണ്ടു, ഉടനെ അത് തീ അണയ്ക്കാനുള്ള ശ്രമം പരമാവധി നമ്മൾ എടുക്കണം. ഉടനെ ഫയർഫോഴ്സിനെ വിളിക്കണം, അടുത്തുള്ളവരെ വിളിച്ചുകൂട്ടി എങ്ങനെയെങ്കിലും തീ അണയ്ക്കാൻ ശ്രമിക്കണം. അല്ലാതെ ഞാനിത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ള പ്രോപ്പർട്ടിയാണ്, അതുകൊണ്ട് നഷ്ടം വന്നാലും എനിക്ക് ഇൻഷുറൻസ് കമ്പനി തന്നോളും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉദാസീനത കാണിക്കരുത്. കാരണം ഇന്നത്തെ കാലത്ത് CCTV മറ്റ് പല തെളിവുകളുണ്ട്. ഇതെല്ലാം പരിശോധിച്ച് പരമാവധി ഇവരെ നഷ്ടം ലഘൂകരിക്കാൻ ശ്രമിച്ചു എന്ന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ ഇൻഷുറൻസ് കമ്പനി ക്ലെയിം തരികയുള്ളൂ. ദ ഇൻഷുർഡ് മസ്റ്റ് നോട്ട് നെഗ്ലക്റ്റ് ഓർ ബിഹേവ് ഇറസ്പോൺസിബിലിറ്റി ഡ്യൂറിങ് സച്ച് ഇവന്റ് ജസ്റ്റ് ബിക്കോസ് ദ പ്രോപ്പർട്ടി ഈസ് ഇൻഷുർഡ്. പ്രോപ്പർട്ടി ഇൻഷുർ ചെയ്തിട്ടുള്ള ഒറ്റ കാരണത്താൽ അവർ ഉദാസീനത കാണിക്കുകയോ ഇറസ്പോൺസിബിൾ ഉത്തരവാദിത്വമില്ലാതെ പെരുമാറുകയോ ചെയ്തെന്ന് ബോധ്യപ്പെട്ടാൽ ഇൻഷുറൻസ് കമ്പനി ക്ലെയിം തരില്ല. ഇൻ എനി കേസ്, ഇഫ് ദ ഇൻഷുർഡ് ഫൈൻഡ്സ് ഔട്ട് ദാറ്റ് ദ ലോസ് ഈസ് ഡ്യൂ ടു കെയർലെസ്നെസ് ഓഫ് ദി ഇൻഷുർഡ്, then the insured loses the right to be compensated for the loss. ഇൻഷുറർക്ക് ഏതെങ്കിലും കാരണവശാൽ ബോധ്യപ്പെട്ടു, മീൻസ് തെളിവ് സഹിതം ബോധ്യപ്പെട്ടു, അതായത് കെയർലെസ്നെസ് ഇൻഷുറൻസ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് ആ കോമ്പൻസേഷൻ കിട്ടാനുള്ള അവകാശം ഇല്ലാതാകും. അതാണ് മിറ്റിഗേഷൻ ഓഫ് ലോസ്. ലാസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ. പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ, ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി. ഇൻഡെംനിറ്റി കോൺട്രാക്റ്റിനാണ് ഇത് ബാധകം, അതായത് ലൈഫ് ഇൻഷുറൻസിന് ഇത് ബാധകമല്ല. ഫയർ ഇൻഷുറൻസിനും മറൈൻ ഇൻഷുറൻസിനും ഒക്കെയാണ് ഇത് ബാധകം. According to this principle, an insured can insure the same subject matter with 2 or more insurance company, but he can claim the compensation only to the extent of actual loss either from all insurers or from any one insurer. ഈ പ്രിൻസിപ്പിൾ പ്രകാരം ഒരാൾക്ക് സബ്ജക്റ്റ് മാറ്റർ ഒന്നിൽ കൂടുതൽ ഇൻഷുറൻസ് കമ്പനിയിൽ ഇൻഷുർ ചെയ്യാം. ഇപ്പോൾ പല ഇൻഷുറൻസ് കമ്പനി ഉണ്ടല്ലോ, നാഷണൽ ഇൻഷുറൻസ് കമ്പനി ഉണ്ട്, ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ഉണ്ട്, ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയൊക്കെ ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ബൈക്ക് 1 ലക്ഷം രൂപയുടെ ബൈക്ക് നാഷണൽ ഇൻഷുറൻസ് കമ്പനിയിൽ 1 ലക്ഷം രൂപയ്ക്ക് ഇൻഷുർ ചെയ്യുന്നു, ന്യൂ ഇന്ത്യയിൽ 1 ലക്ഷം രൂപയ്ക്ക് ഇൻഷുർ ചെയ്യുന്നു, ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയിൽ 50,000 രൂപയ്ക്ക് ഇൻഷുർ ചെയ്തു. ബൈക്കിന് ഒരു ആക്സിഡന്റ് ഉണ്ടായി 50,000 രൂപയുടെ നഷ്ടം ഉണ്ടായെന്ന് കരുതുക. നമ്മൾ ആദ്യമേ ന്യൂ ഇന്ത്യ ചെന്ന് കോമ്പൻസേഷൻ മേടിക്കുന്നു, പിന്നെ നാഷണൽ ഇൻഷുറൻസ് കമ്പനിയിൽ ചെന്ന് കോമ്പൻസേഷൻ മേടിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ബൈക്ക് പല കമ്പനിയിൽ വേണമെങ്കിൽ ഇൻഷുർ ചെയ്യാം, കാരണം ഒരു കമ്പനിയിൽ വിശ്വാസമില്ലെങ്കിൽ വേറൊരു കമ്പനിയിൽ കൂടെയൊക്കെ ഇൻഷുർ ചെയ്യാം. പക്ഷേ എല്ലായിടത്തു നിന്നും കൂടെ മേടിക്കുന്ന നഷ്ടപരിഹാരം പരമാവധി ഈ ആക്ച്വൽ ലോസേ വരാൻ പാടുള്ളൂ എന്നാണ് ഇൻഷുറൻസ് പോളിസി പറയുക, ഇൻഷുറൻസ് ഈ പ്രിൻസിപ്പിൾസ് പറയുക. ഓക്കെ, ഇഫ് വൺ ഇൻഷുറർ പേസ് ദ ഫുൾ കോമ്പൻസേഷൻ, then that insurer can claim proportionate compensation from other insurers. ഇപ്പം നാഷണൽ ഇൻഷുറൻസ് കമ്പനി നമുക്ക് 50,000 രൂപ ഫുള്ള് തന്നെന്ന് കരുതുക. ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിക്കും ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിക്കും അടുത്തുനിന്നും ഈ 50,000 രൂപ ഇപ്പം 3 പേരും കൂടെ തരേണ്ടതിന് പകരം നാഷണൽ ഇൻഷുറൻസ് കമ്പനി നമുക്ക് തന്നെങ്കിൽ ഈ 50,000 രൂപയുടെ പ്രൊപ്പോർഷനേറ്റ് വിഹിതം മറ്റവർ തരേണ്ടത്, അത് മേടിക്കാൻ നാഷണൽ ഇൻഷുറൻസ് കമ്പനിക്കാണ് അവകാശമുള്ളൂ, നമ്മൾക്ക് അവകാശമില്ല. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ. അതായത് ഇൻഷുറൻസ് എന്താണ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് എന്താണെന്നൊക്കെ കറക്റ്റായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എക്സാമ്പിളും പറഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് മനസ്സിലാക്കി പഠിക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. 8 മാർക്കിൻ്റെ എസ്സേ പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും 4 എഴുതാൻ പറഞ്ഞോ 2 എഴുതാൻ പറഞ്ഞോ ഒക്കെ ചോദിക്കാറുണ്ട്.